ബോട്ടിലെപ്പോഴും ഞങ്ങൾ മീൻ മാത്രമല്ല കേട്ടോ കൂട്ടുന്നത്. ഇതുപോലെയുള്ള ഗിൽനെറ്റ് ബോട്ടിൽ പോകാൻ നേരത്ത് വെറൈറ്റി സാധനങ്ങൾ എപ്പോഴും കഴിക്കാട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് അതിനകത്തേക്ക് വെള്ളം ചൂടാക്കിയിട്ട് ഒരു 3-4 കപ്പ് പഞ്ചസാര ഇട്ട് ഇതിങ്ങനെ തിളപ്പിച്ചെടുത്ത് മാറ്റി വെച്ചേക്കേണ്ട. പിന്നെ നമ്മുടെ ചട്ടി വെച്ച് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചേക്കണത് ഈ ഗുലാബ് ജാമിൻ്റെ മിക്സ് അങ്ങോട്ട് മുക്കി പൊരിച്ചെടുക്കാട്ടോ. അതെ, നമ്മുടെ ബോട്ടിൽ നിന്നുണ്ടാക്കണ ഗുലാബ് ജാമുണ്ട. ചില സമയങ്ങളിലത് ഇതുപോലത്തെ വെറൈറ്റി ഡിഷുകളെല്ലാം നമ്മുടെ ഗിൽനെറ്റ് ബോട്ടിനകത്ത് ഉണ്ടാവും കേട്ടോ. ലൈറ്റായിട്ട് വറുത്തെടുത്ത ആ ഉരുളകൾ നേരെ നമ്മുടെ അതെ ഈ പഞ്ചസാര വെള്ളമില്ലേ അതിനകത്തേക്ക് ഇങ്ങനെ കുതിർത്തിയിടുമ്പോഴേക്കുണ്ടല്ലോ ഒരു കുറച്ച് നേരം ചൂടുണ്ട്, നല്ല ചൂടാണ്. ഇപ്പോൾ ആ ചൂടൊന്ന് മാറി കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് കുതിർന്ന് അടിയിലേക്ക് പോട്ടെ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കറക്റ്റ് ആ ഒരു ഗുലാബ് ജാമു പോലെ ഉണ്ടാക്കിയിടുന്നുണ്ട്. അപ്പം നമ്മുടെ ടീമുകളെല്ലാം ഇവിടെ ഒരു ഷീറ്റൊക്കെ കെട്ടി അതിൻ്റെ അടിയിൽ നിന്ന് വല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും ഗ്ലാസ്സിലും അതുപോലെ തന്നെ നമ്മുടെ ഈ പാത്രത്തിലൊക്കെ ആയിട്ടിട്ട് കഴിച്ചുകൊണ്ടിരിക്കേണ്ട. പിന്നെ വേറൊരു കാര്യം, ഉച്ചക്കലത്തെ നമ്മുടെ ഭക്ഷണം ഇതാണ് കേട്ടോ. കാണുമ്പോൾ അടിപൊളിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. പക്ഷേ അധികം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും മട്ടിച്ചു പോട്ടെ. അങ്ങനെ കുറച്ചെടുത്ത് ഞങ്ങളൊരു പ്ലേറ്റിലാക്കിയിട്ട് ഞാനും നമ്മുടെ നൻപനും കൂടി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കണേണ്ടി കാണുന്നത് നോക്കി. ഗുലാബ് ജാമ് അടിപൊളി, അതിൻ്റെ ഒപ്പം കുറച്ച് ഐസ്ക്രീം കൂടി ഉണ്ടായിരുന്നെങ്കിൽ തകർത്താനായിട്ടാണ്. അപ്പോൾ വീണ്ടും ഒരു കിടിലം വീഡിയോ നോക്കണം. ടാറ്റാ.